ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ സൂപ്പർ ബാലൻഡോറിനെ പറ്റി വലിയ വലിയ ചർച്ചകളൊക്കെ നടക്കുകയാണ്. ഇപ്പൊ ഫ്രഞ്ച് ഫുട്ബോൾ മാഗസിനാണ് ബാലൻഡോർ കൊടുക്കുന്നതെന്ന് നമുക്കറിയാം. സൂപ്പർ ബാലൻഡോർ എന്ന് പറയുന്നത് ഒരു മൂന്നോ നാലോ ഡെക്കേഡിലുള്ള ഏറ്റവും ബെസ്റ്റ് പ്ലെയറിന് കൊടുക്കുന്ന ഒരു അവാർഡാണ് അത്. അപ്പം വരുന്ന ഒരു സൂപ്പർ ബാലൻഡോർ ഫ്രഞ്ച് ഫുട്ബോൾ മാഗസിന് കൊടുക്കുകയാണെങ്കിൽ അത് ആർക്ക് കിട്ടും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതിനെ പറ്റി? എൻ്റെ അഭിപ്രായത്തിൽ മെസ്സി കിട്ടുന്നത് തന്നെയാണ്. പക്ഷെ ഞാൻ റൊണാൾഡോ ഫാനാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ നോക്കുകയാണെങ്കിൽ തന്നെ ഉള്ളത് മെസ്സിക്ക് തന്നെയാണ്. നീ പറഞ്ഞ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് അതിനോട് യോജിക്കാൻ കഴിയും. കാരണം സ്റ്റാറ്റ്സുകളൊക്കെ നോക്കുന്ന സമയത്ത് മെസ്സിക്ക് ഈ ഒരു കാര്യത്തിൽ റൊണാൾഡോന്റെ മേലെ നല്ലൊരു ആധിപത്യമുണ്ട്. ഇപ്പം മെസ്സിക്കാണെങ്കിൽ വേൾഡ് കപ്പ് ഉണ്ട്, വേൾഡ് 8 ബാലൻഡിയോർ ഉണ്ട്, അതുപോലെ തന്നെ 6 ഗോൾഡൻ ബൂട്ട് ഉണ്ട്. അങ്ങനെ വലിയ വലിയ എന്താ പറയാ ക്ലബിലും രാജ്യത്തിലൊക്കെ ആയിട്ട് വലിയൊരു ലെഗസി ഉള്ള ഒരു പ്ലെയർ ആണ്. റൊണാൾഡോന് അത് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മളൊരു കഴിഞ്ഞ മൂന്നോ നാലോ ഡെക്കേഡിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മെസ്സിക്ക് അത് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷെ ഇതിന് റൊണാൾഡോന് ഒരു സാധ്യത പോലും നിങ്ങൾ കാണുന്നില്ല. എന്താണ് അതിൽ തോന്നുന്നത്? റൊണാൾഡോ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തന്നെ ഇപ്പോൾ ഉള്ള പേഴ്സൻറ്റേജ് നോക്കുകയാണെങ്കിൽ മെസ്സിക്ക് ഒരു 70ഉം റൊണാൾഡോ 30 ഉണ്ടാവുള്ളൂ. ഇനി അഥവാ കിട്ടാൻ ചാൻസ് ഉണ്ടോ തന്നെ 5 ബാലൻഡർ ഉണ്ട്, 5 UCL ഒക്കെ ഉണ്ട്. ചാൻസ് വളരെ കുറവാണ്. ഇപ്പം ബഹുഭൂരിപക്ഷം ആളുകളൊക്കെ പറയുന്നത് ഇതെന്തായാലും മെസ്സിക്ക് തന്നെ കിട്ടും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഒരു 100% അത് മെസ്സി ഉറപ്പിച്ചു എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ അതിനെ വിലയിരുത്തുന്നുണ്ട്. ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പരിശോധിക്കേണ്ട ചില കണക്കുകളുണ്ട്. ഇപ്പോൾ 1989 ഈ ഒരു അവാർഡ് ആദ്യമായിട്ടും അതിനുശേഷം ഇതുവരെ കൊടുത്തത്. അത് നേടിയത് അന്നത്തെ റയൽ മാഡ്രിഡിലൊക്കെ ഉള്ള ഒരു ലെജൻഡ് ആയിട്ടുള്ള ഒരു താരമായിട്ടുള്ള ആൽഫ്രെഡോ ഡി സ്റ്റെഫാനോ ആണ്. ആൽഫ്രെഡോ ഡി സ്റ്റെഫാനോ ഫസ്റ്റ് വന്ന്, രണ്ടാമത് വന്നത് യോഹാൻ ക്രൈഫ് ആണ്, മൂന്നാമത് വന്നത് മൈക്കിൾ പ്ലാറ്റിനിയാണ്. അപ്പൊ ഇവരെ കണക്ക് നോക്കുന്ന സമയത്ത് ഈ ട്രോഫി നേടിയ ആൽഫ്രെഡോ ഡി സ്റ്റെഫാനോ നേടിയത് 2 ബാലൻഡിയോറാ. രണ്ടാമതും മൂന്നാമതും വന്ന ആളുകൾ രണ്ടുപേരും അതിൽ 3 ബാലൻഡിയോർ വെച്ച് നേടിയിട്ടുണ്ട്. അപ്പൊ കണക്ക് നോക്കുമ്പം കൂടുതൽ ബാലൻഡിയോർ നേടിയ ഒരാൾക്കല്ല ഇത് കിട്ടിയത്. അപ്പൊ നമ്മൾ ചോദിക്കും ചിലപ്പോൾ ആൽഫ്രെഡോ ഡി സ്റ്റെഫാനോയ്ക്ക് വലിയ ഒരുപാട് കിരീടങ്ങളൊക്കെ കിട്ടിയില്ലെന്ന്. പക്ഷെ രാജ്യാന്തര തലത്തിൽ നോക്കുന്ന സമയത്ത് സ്റ്റെഫാനോന്റെ കണക്ക് അത്ര വലിയ കണക്കൊന്നുമില്ല. ആള് 3 രാജ്യങ്ങളിലൊക്കെ വേണ്ടി കളിച്ചിട്ടുണ്ട്. ഇപ്പൊ അർജന്റീനയ്ക്ക് വേണ്ടി, സ്പെയിനിന് വേണ്ടി, കൊളംബിയക്ക് വേണ്ടി ഒക്കെ കളിച്ചൊരു പ്ലെയറാ. പക്ഷെ കാര്യം ഒരു കിരീടങ്ങളൊന്നും നേടാൻ സാധിച്ചില്ല. അപ്പം വേൾഡ് കപ്പും കാര്യങ്ങളൊന്നും ഇപ്പം യോഹാൻ ക്രൈഫിനും മൈക്കിൾ പ്ലാറ്റിനിക്കും ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അത് നോക്കുന്ന സമയത്ത് ഇതിൽ 4ാമത് വന്നൊരു പ്ലെയർ ഉണ്ട്, ഫ്രാൻസ് ബെക്കൻബോർ എന്ന് പറഞ്ഞ പ്ലെയർ, ജർമ്മനിക്കാരനായിട്ടുള്ള ഒരു പ്ലെയറാ. പക്ഷെ ഇയാള് 2 ബാലൻഡിയോർ നേടുകയും ചെയ്തിട്ട് കൂടാതെ വേൾഡ് കപ്പ്, യൂറോ കപ്പ്, 3 ചാമ്പ്യൻസ് ലീഗ് എന്നൊക്കെ പറഞ്ഞ് വലിയൊരു സ്റ്റാറ്റ്സ് ഉള്ള ആളാ. ഇത്രയും സ്റ്റാറ്റ്സ് ഉള്ള ഒരാൾ 4ാം സ്ഥാനത്താണ് വന്നത്. അപ്പൊ ഈ കണക്കുകളൊക്കെ നോക്കുമ്പം ഇപ്പൊ നമ്മൾ മെസ്സിന്റെ സ്റ്റാറ്റ്സ് പറയുന്നുണ്ടല്ലോ, 8 ബാലൻഡിയോർ, ഗോൾഡൻ ബൂട്ട്, വേൾഡ് കപ്പ്, കോപ്പ അമേരിക്ക എന്നൊക്കെ പറയുന്ന വലിയ സ്റ്റാറ്റ്സ് നമ്മൾ പറയുന്നുണ്ട്. ഇതൊക്കെ പറയുന്ന നേരവും ഇങ്ങനെ കൂടുതൽ നേടിയ ആളുകൾ പിറകോട്ട് പോയ ചരിത്രവും ഈ നമ്മളെ ഈ സൂപ്പർ ബാലൻഡോർ പട്ടികയിലുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാനൊരു ചാൻസ് പറയാണ്. ഇപ്പം റൊണാൾഡോ അടുത്ത വേൾഡ് കപ്പ് അടിച്ച് 2024 പോർച്ചുഗൽ അതിനുള്ള സ്കോഡും ഉണ്ട്, നമുക്കറിയുന്നതല്ലേ. ഇപ്പൊ നാഷൻസ് ലീഗിലൊക്കെ നമ്മളെ കണ്ട് പിന്നെ 1000 ഗോൾ എന്ന് പറഞ്ഞ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്ത്. അപ്പൊ ഈ 2 കാര്യങ്ങളും നടന്ന് റൊണാൾഡോ അപ്പത്തേക്ക് ഒരു നല്ലൊരു ട്രെൻഡിങ്ങിൽ വരും. ഏകദേശം അത് കഴിഞ്ഞ 1-2 വർഷം കഴിഞ്ഞാലായിരിക്കും സൂപ്പർ ബാലൻഡിയോർ കൊടുക്കുക. ആ ഒരു സമയത്ത് ഇതേപോലെ റൊണാൾഡോയ്ക്കും മെസ്സിയെ ഓവർടേക്ക് ചെയ്ത് ഇതിലേക്ക് വരാൻ ഒരു സാധ്യത കാണുന്നില്ല. നിങ്ങൾ എന്താ തോന്നുന്നത്? ബൈ ചാൻസ് റൊണാൾഡോ ഇനി കിട്ടണമെന്ന് തന്നെ ഉണ്ടെങ്കിൽ 2026 വേൾഡ് കപ്പ് അടിക്കണം. നല്ല സ്കോഡ് തന്നെയാണ് പോർച്ചുഗൽ ഉള്ളത്. അത് അടിച്ചാൽ തന്നെ ഈ കൊല്ലത്തെ ബാലൻഡോർ റൊണാൾഡോയ്ക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇനി കിട്ടിയാൽ തന്നെയാണ് സൂപ്പർ ബാലൻഡോറിൽ നല്ല ചാൻസ് കൂടും. കാരണം 1000 ഗോൾ തന്നെ അടിക്കാനുള്ള സാധ്യത കൂടും. ആ പറഞ്ഞതിൽ എനിക്കൊരു ചെറിയ വിയോജിപ്പുണ്ട്. കാരണം അടുത്ത വേൾഡ് കപ്പ് ഇപ്പം പോർച്ചുഗൽ അടിച്ചാൽ പോലും ബാലൻഡിയോർ റൊണാൾഡോ അടിക്കും നമുക്ക് പറയാൻ പറ്റൂല. കാരണം റൊണാൾഡോ ഇപ്പൊ സൗദിയിലാണ് കളിക്കുന്നത്. പിന്നെ പോർച്ചുഗൽ ടീമിലെ നിലവിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ റൊണാൾഡോ ആണെന്ന് ഇപ്പം നമുക്ക് തീർത്ത് പറയാൻ കഴിയില്ല. കാരണം ഒരുപാട് യുവ താരങ്ങൾ നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് പോർച്ചുഗലിൽ. ഇപ്പോൾ റൊണാൾഡോ തീർച്ചയായിട്ടും അവരെ കോൺഫിഡൻസ് കൂട്ടും. അങ്ങനെ ഒരു പ്ലെയർ ഉള്ളത്, ഗോൾ അടിക്കാനും നല്ല കഴിവുള്ള എബിലിറ്റി ഉള്ള പ്ലെയർ ആണ്. പക്ഷെ പോർച്ചുഗൽ വേൾഡ് കപ്പ് അടിച്ചത് കൊണ്ട് ഇപ്പൊ സൗദി ലീഗിലോ അല്ല അങ്ങനത്തെ ലീഗിലൊന്നും കളിക്കുന്ന ഒരു താക്ക് ബാലൻഡിയോർ കിട്ടുന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. എന്തായാലും അങ്ങനെ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ മെസ്സിക്ക് സൂപ്പർ ബാലൻഡിയോറിന് വേണ്ടിയിട്ട് റൊണാൾഡോന് ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റും ചിലപ്പോ. ഒരു പക്ഷേ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് അറിയില്ല. പിന്നെ റൊണാൾഡോന് ഫേവർ ആയിട്ടുള്ള ചില കണക്കുകളോട് ഞാൻ ഇതിൽ പറയാം. ഇപ്പം ബാലൻഡിയോറിന്റെ നോമിനേഷൻ നോക്കുകയാണെങ്കിൽ 18 പ്രാവശ്യമാണ് റൊണാൾഡോ ബാലൻഡിയോറിന് നോമിനേഷൻ പോയത്. മെസ്സിക്ക് 16 പ്രാവശ്യം ബാലൻഡിയോറിന് നോമിനേഷൻ പോയുള്ളൂ. അപ്പോ അവിടെ തന്നെ എന്താ പറയാ, നോമിനേഷൻ കൂടുതൽ വന്നെന്ന് പറയുന്നതിന് അർത്ഥം നമുക്ക് വേറൊരു രീതിയിൽ ചിന്തിച്ചാല്
ഏറ്റവും കൂടുതൽ സീസണുകളിൽ കൺസിസ്റ്റന്റ് ആയിട്ട് കളിച്ച ഒരു പ്ലെയർ ആണ് കൂടുതൽ നോമിനേഷൻ വരിക. ആ ഒരു രീതിയിൽ മെസ്സിനേക്കാളും അഡ്വാൻറ്റേജ് അവിടെ റൊണാൾഡോനുണ്ട്. പിന്നെ യൂറോപ്പിൽ ഏറ്റവും ഈ ബാലൻഡിയോർ ഇതിലൊക്കെ മെയിൻ ആയിട്ട് നോക്കുന്ന ഒരു ടൂർണമെന്റ് ആണ് യുവേഫ ചാമ്പ്യൻസ് ലീഗ്. അതിലെ കണക്കുകൾ റൊണാൾഡോന് കൂടുതലുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും മെസ്സിയുടെ ആ ഒരു വലിയൊരു സ്റ്റാറ്റ്സുമായിട്ട് റൊണാൾഡോന്റെ ഇതൊക്കെ കൊണ്ട് എത്തുമെന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഇത് വോട്ടിംഗ് ആണ്. തീർച്ചയായും അന്ന് 1989 നടന്ന സമയത്തും ഇപ്പൊ നടക്കുന്ന അതേ രീതിയിൽ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആക്കിയത്. അപ്പം വോട്ട് ചെയ്യുന്ന ഒരാളെ മനസ്സിൽ നിലവിലുള്ള സ്റ്റാറ്റ്സുകൾ വെച്ച് അത് മെസ്സിയേക്കാൾ കൂടുതൽ ഇപ്പൊ റൊണാൾഡോക്ക് ഉണ്ട് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. പക്ഷെ എന്ത് വെച്ച് അത് മെസ്സിക്ക് അങ്ങ് 100% കിട്ടുന്നുള്ള ഉറപ്പും ഈ ചരിത്രങ്ങളും കാര്യങ്ങളും സ്റ്റാറ്റ്സുകളൊക്കെ നോക്കുമ്പോൾ 100% എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ കുറെ ആരാധകരൊക്കെ പറയുന്നുണ്ട്. ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ചിന്തിക്കാനൊന്നുമില്ല, മെസ്സിക്ക് തന്നെ കിട്ടുന്നുള്ള രീതിയിലൊക്കെ. എന്തായാലും നമുക്ക് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ എന്താവും നോക്കാം. ഇതിൽ എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അവസാനമായിട്ട് ഒരു കൺക്ലൂഷൻ പോലെ ഇതിൽ പറഞ്ഞു വെക്കാനുള്ളത്? വോട്ടിംഗ് വരാൻ തന്നെയാണെങ്കിലും മെസ്സിക്കാണ് ഈ കുറേ കാലം കൊണ്ട് നല്ല ക്ലീൻ ഇമേജ് ആണ്. റൊണാൾഡോക്കാണ് ഈ 2-3 കൊല്ലം കൊണ്ട് ഫുൾ ഏറ്റേഴ്സ് കൂടി വരികയാണ്. ഇനിയിപ്പോൾ മെസ്സിക്ക് തന്നെയായിരിക്കും ചാൻസ് കൂടുതൽ. എന്തായാലും ഇതിന്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ എല്ലാവരെയും മുന്നിൽ ലഭ്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പം വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. കാരണം ഈ അടുത്ത് തന്നെ ഒരു ദിവസം ഫ്രഞ്ച് ഫുട്ബോൾ മാഗസിൻ അവരെ ഒഫീഷ്യൽ പേജിലൂടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു തമാശ രൂപമാണ് ഒരു വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി. അവര് കൃത്യമായി പറഞ്ഞൊന്നുമില്ല. എന്തായാലും നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇങ്ങനെ ഒരു സൂപ്പർ ബാലൻഡിയോർ നൽകുകയാണെങ്കിൽ അതിൽ ആർക്കായിരിക്കും കൂടുതൽ ചാൻസ്? റൊണാൾഡോനാണോ, മെസ്സിക്കാണോ, അല്ലെങ്കിൽ കഴിഞ്ഞ ഈ 3-4 ഡെക്കേഡിലായിട്ട് വന്നിട്ടുള്ള വേറെ ഏതെങ്കിലും പ്ലെയർ ഇതിന് യോഗ്യനായിട്ടുള്ള ഒരാളുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നമ്മളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഇതുപോലുള്ള കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.